ദുഃഖവെള്ളി സ്പേസ് ചാനൽ വചനവേദിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ ഏറ്റവും രൂഢമൂലമായ ധ്യാനത്തിനും ചിന്തയ്ക്കും നമ്മെ സഹായിക്കുന്ന ആഴ്ചയാണ് വലിയാഴ്ച. ഈ വലിയാഴ്ചയിലെ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്, അതല്ലെങ്കിൽ അതിപ്രധാനപ്പെട്ട ദിവസമാണ് ദുഃഖവെള്ളി. നമ്മുടെ ധ്യാനത്തിനും ചിന്തയ്ക്കും ദുഃഖവെള്ളിയാഴ്ച ധാരാളമായ ചിന്തകളും ഉത്തേജനവും നമുക്കെല്ലാവർക്കും നൽകുന്നുണ്ട്. ദുഃഖവെള്ളിയിൽ നമ്മൾ പ്രധാനമായിട്ട് ചിന്തിക്കുക, നമുക്കറിയാവുന്നതുപോലെ കർത്താവിൻ്റെ പീഡാനുഭവവും കുരിശുമരണവുമാണ്. ഈ സാഹചര്യത്തിൽ നമുക്ക് പെസഹ വ്യാഴാഴ്ച നടന്ന ആ അന്ത്യ അത്താഴത്തെയും ഗത്സേമനിലെ അനുഭവങ്ങളെയും ചിന്തിക്കുന്നത് നന്നായിരിക്കും. കുർബാന സ്ഥാപിച്ച ശേഷം ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയ ശേഷം കർത്താവ് ഗത്സേമനിലേക്ക് പോകുന്നു. ഗത്സേമനിലെ അനുഭവം ഒരു ശാരീരികമായ വ്യഥയേക്കാൾ ഉപരി മാനസികമായ ഒരു പിരിമുറുക്കത്തിൻ്റെ അനുഭവമാണ് നമ്മൾ കാണുക. രക്തം വിയർപ്പുതുള്ളിയായി മാറുമ്പോൾ ആ മാനസിക പിരിമുറുക്കത്തിൻ്റെ അഗാധത നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കാം ഈശോയ്ക്ക് അത്രയും മാനസികമായ പിരിമുറുക്കമുണ്ടാകിയത്? തൻ്റെ കൂടെ തന്നോടൊപ്പം 3 വർഷം ജീവിച്ച യൂദാസ് കറിയാത്ത സ്നേഹത്തിൻ്റെ ഏറ്റവും മനോഹരമായ പ്രകടനമായ ചുംബനം വഴി, ഉമ്മമുത്തൽ വഴി തൻ്റെ ഗുരുവിനെ ഒറ്റിക്കൊടുക്കുന്നു. ആ അനുഭവം തീർച്ചയായിട്ടും ഒരു ഗുരുവിന് വ്യഥയും മാനസിക പിരിമുറുക്കവും ഉണ്ടാക്കുന്നു. അവിടെ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ ചിന്തിക്കുകയാണ്, ഈ അവസാന നിമിഷത്തിൽ എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യർ പലരും തനിക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്, തൻ്റെ കൂടെ ഉണ്ടായിരുന്നവരാണ് 3 കൊല്ലത്തിലേറെ. അവർ തന്നോടൊപ്പം ഇരുന്ന് ആ വ്യഥ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ആരും ഉണ്ടായില്ല. ഈശോ പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ. അതൊരു നിരാശയുടെ ചിന്തയായിട്ട് നമുക്ക് തോന്നാം, ഒരു ഏകാന്തതയുടെ ചിന്തയായിട്ടും തോന്നാം. പക്ഷെ അത് ഏകാന്തതയുടെ ചിന്ത തന്നെയാണ്. എല്ലാവരേക്കാളും താൻ സ്നേഹിച്ചിരുന്ന തൻ്റെ ശിഷ്യരെ തന്നെ ഉപേക്ഷിക്കുന്നു. യൂദാസ് കറിയാത്ത ചുംബനം കൊണ്ട് തന്നെ ഇല്ലാതാക്കാൻ പരിശ്രമിക്കുന്നു. തന്നെ അയച്ച പിതാവും തന്നെ വിട്ടുകളയുന്നു എന്നുള്ള ചിന്തയാണ് ഒരു മാനുഷികമായിട്ട് ഈശോയിൽ വരിക. പക്ഷെ അവിടം കൊണ്ട് ഈശോ അവസാനിപ്പിക്കുന്നില്ല. എന്നാൽ പിതാവേ, ഈ കാസ ഞാൻ കുടിക്കണമെങ്കിൽ ഞാൻ കുടിക്കും, ഞാൻ മുഴുവനായിട്ട് അങ്ങേക്ക് വേണ്ടി അർപ്പിക്കുന്നു. ഈ അർപ്പണത്തിലാണ് കർത്താവ് പീഡാനുഭവത്തിൻ്റെ ആ രാത്രിയുടെ തലേ ദിവസം തൻ്റെ ജീവിതത്തിന് വ്യക്തമായ അർത്ഥം കാണുന്നത്. പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് പോകുന്ന വേദനയുടെ ഒരു അനുഭവമാണ് ഗത്സേമനിയിൽ നാം കാണുക. കഴിയുമെങ്കിൽ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റേത് നിറവേറട്ടെ എന്ന് പറയുക വഴി ഈശോ പരാജയം ഒരു വിജയമാണെന്ന്, വേദന ഒരു സന്തോഷമാണെന്ന്, ഏകാന്തത എല്ലാവരെയും പുൽകുന്ന ഒരു മനസ്സിൻ്റെ ഭാവമാണെന്ന് പിതാവിന് അടിയറ വെച്ചിട്ട് സമ്മതിക്കുന്നു. ഈ അടിയറ വെക്കലിലാണ് ഈശോയുടെ ജീവിതത്തിലെ വേദനയ്ക്ക് അർത്ഥം നൽകുക. ഈ ഗത്സേമൻ ചിന്തയിൽ നിന്ന് നമ്മൾ ദുഃഖവെള്ളിയാഴ്ചയിലേക്ക് വരുമ്പോൾ ഇന്നത്തെ വായനകളിൽ നമ്മളെല്ലായിടത്തും പ്രത്യക്ഷമായിട്ട് കാണുന്ന കുരിശ് ചുമന്നുകൊണ്ടു പോകുന്ന ഈശോ, വേദന സഹിക്കുന്ന ഈശോ, മുൾമുടി ചുരുതി രക്തം ധാരധാരയായിട്ട് ഒഴുകുന്ന ഈശോ, ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത് ഈ ഏകാന്തതയെ എങ്ങനെ വിജയമാക്കുന്നു, ഈ ദുഃഖപൂർണമായ നിമിഷങ്ങളെ എങ്ങനെ സന്തോഷത്തോടെ പുൽകുവാൻ ഈശോ പരിശ്രമിക്കുന്നു. ആ മനസ്സിൻ്റെ ഭാവമാണ്. നിങ്ങളൊക്കെ ചെറുപ്പകാലത്തോ അല്ലെങ്കിലോ കേട്ടിരിക്കുന്ന ഒരു കഥയുണ്ട്.
ഒരു നോവലുണ്ട്. ആ കഥയുടെ പേര് കിഴവനും കടലും എന്നാണ്. കിഴവനും കടലും, ദ ഓൾഡ് മാൻ ആൻഡ് സീ. അതെഴുതിയ ഹെമിംഗ്വേയ്ക്ക് അദ്ദേഹത്തിന് ഒരു നൊബേൽ പ്രൈസ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് കിട്ടുകയുണ്ടായി. വളരെ ചെറിയൊരു പുസ്തകമാണ്. ആ പുസ്തകത്തിൽ 2 കഥാപാത്രങ്ങളെ ഉള്ളൂ മനുഷ്യരായിട്ട്. ഒരു കിഴവൻ, ഒരു ബാലൻ. ആ കിഴവനും ബാലനും തമ്മിലുള്ള ജീവിത പരാജയങ്ങളും വിജയങ്ങളെക്കുറിച്ചുമുള്ള ചർച്ചകളിൽ കൂടിയാണ് ആ പുസ്തകം തുടങ്ങുന്നത്. ആ പുസ്തകത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പരാജയങ്ങൾ നമുക്കുണ്ടാകാം, പക്ഷേ പരാജയങ്ങളെല്ലാം വിജയത്തിന് മുന്നോടിയായിരിക്കുമെന്നാണ്. ഈ കിഴവൻ്റെ ജീവിതത്തിൽ കാണുന്നത് കടലിലേക്ക് മത്സ്യം പിടിക്കാൻ പോകുന്ന കിളവൻ. പല ദിവസങ്ങൾ പോയി, അദ്ദേഹത്തിനൊന്നും കിട്ടിയില്ല. അദ്ദേഹത്തിൻ്റെ കൂടെ ഈ ബാലനുണ്ടായിരുന്നു, ഒരു കൊച്ചു പയ്യൻ സഹായിക്കുവാനായിട്ടുണ്ടായിരുന്നു. 40-ാം ദിവസം കഴിഞ്ഞപ്പോൾ ആ കൊച്ചു പയ്യൻ്റെ മാതാപിതാക്കൾ പറഞ്ഞു, ആ കിഴവൻ ഭാഗ്യഹീനനാണ്, അയാളുടെ ജീവിതത്തിൽ ഭാഗ്യമില്ല, എത്ര ദിവസം പോയാലും അയാൾക്ക് കിട്ടുകയില്ല, 40 ദിവസമായിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ മോൻ, നിങ്ങൾ അവിടെ പോകാതെ നീ നിൻ്റെ വഴിക്ക് പോകൂ. അങ്ങനെ അവൻ പുതിയ വഴി തേടി പോവുകയാണ്. ആ പോയിട്ട് 84-ാം ദിവസവും അയാൾക്കൊന്നും കിട്ടാതാക്കിയപ്പോൾ ഈ കുഞ്ഞു വന്ന് ചോദിക്കുന്നു, അപ്പാപ്പ വല്ലതും കിട്ടിയോ? അപ്പാപ്പൻ പറയുന്നു, എനിക്ക് 84 ദിവസമായിട്ട് ഒന്നും കിട്ടിയില്ല, പക്ഷെ നിനക്കറിയാമല്ലോ, നീ എൻ്റെ കൂടെ എത്രയോ നാളുണ്ടായിരുന്നു, നമുക്ക് കിട്ടും, എനിക്ക് കിട്ടും. ബാലൻ ആ കിഴവനെ വീണ്ടും ഉപേക്ഷിക്കുന്നു. കിഴവൻ തനിച്ച് 85-ാം ദിവസം നടുക്കടലിലേക്ക് പോകുന്നു. നമ്മൾ കഥയിൽ വായിക്കുന്നത് പോലെ ആ മനുഷ്യന് തൻ്റെ ചൂണ്ടയിൽ വലിയൊരു മീൻ കിട്ടിയ അനുഭവമുണ്ടായി. സന്തോഷത്തിൽ മീനെ വലിച്ചു കയറ്റുകയാണ് അദ്ദേഹം 85-ാം ദിവസം പ്രഭാതത്തിൽ. എൻ്റെ നാശങ്ങളും ദുഃഖങ്ങളും എല്ലാം തീർന്നു, വലിയൊരു മീനാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്, ഞാനത് വിറ്റ് എൻ്റെ നഷ്ടങ്ങളെല്ലാം പരിഹരിക്കുകയും സന്തോഷമായിട്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ ജീവിക്കുകയും ചെയ്യുമെന്ന് വിചാരിക്കുന്ന കിഴവന് മീനിൻ്റെ ശക്തി കൊണ്ട്, വലുതായൊരു മീനായിരുന്നുകൊണ്ട് മീൻ അദ്ദേഹത്തെ നടുക്കടലിലേക്ക് വലിച്ചു കൊണ്ടുപോവുകയാണ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത്, ഈ മീനെ കൊണ്ടുവരാനായിട്ട് വലിയ പാടാണ്. അദ്ദേഹം എല്ലാ ശക്തിയും ഉപയോഗിച്ച് രാത്രിയിൽ, 1-ാം ദിവസം രാത്രിയിൽ ആ ചൂണ്ടനാര് വലിച്ച് വഞ്ചിയുടെ അടുക്കിലേക്ക് കൊണ്ടുവന്നു. വഞ്ചിയുടെ അടുത്ത് വന്നപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത്, ഒരു 18 അടിയിൽ കൂടുതൽ നീളമുള്ള നല്ലൊരു മീന്. ഈ മീനെ കൊണ്ടുവരണമെങ്കിൽ എങ്ങനെയെങ്കിലും ആ മീനെ സ്വല്പമായിട്ട് ദുരിവിക്കണം. അദ്ദേഹം കയ്യിലിരുന്ന കഠാരി എടുത്ത് മീനെ കുത്തി. അദ്ദേഹം ചിന്തിച്ചില്ല, ആ മീനെ കുത്തിയപ്പോൾ എന്താണ് സംഭവിച്ചത്? ആ മീനിൽ നിന്ന് രക്തം വന്നതോടുകൂടി സ്രാവുകൾ ആ മീനെ കൂടുതൽ തിന്നുവാനായിട്ട് പരിശ്രമിക്കുന്നു. കിളവൻ 2-ാം ദിവസവും പരിശ്രമിച്ചു മീനെ കൊണ്ടുവരുവാൻ. സ്രാവുകൾ ആ മീനെ തിന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ അതേ ശക്തി ഉപയോഗിച്ച് 3-ാം ദിവസം പ്രഭാതത്തിൽ സർവ്വശക്തി ഉപയോഗിച്ച് തുഴഞ്ഞ് ഞാൻ ഈ മീനിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് കടൽ കരയിലേക്ക് നടന്നെടുത്തപ്പോൾ അദ്ദേഹം വിചാരിച്ചു, എൻ്റെ രക്ഷയാണെന്ന്. കടൽ തീരത്തെത്തി അദ്ദേഹം മീനെ വലിച്ച് കരയിൽ കയറ്റി. അദ്ദേഹം കണ്ടത് 18 അടിയിൽ കൂടുതൽ നീളമുള്ള ഒരു മീൻമുള്ള്. അദ്ദേഹം കമന്ന് കിടന്ന് കരഞ്ഞിട്ട് പറയുന്നു, ഒരു മനുഷ്യനെ നിങ്ങൾക്ക് പരാജയപ്പെടുത്താൻ സാധിക്കുകയില്ല. മനുഷ്യൻ പരാജയപ്പെടുവാൻ സൃഷ്ടിക്കപ്പെട്ടവനല്ല. നിങ്ങൾക്കൊരു മനുഷ്യനെ കൊല്ലാൻ പറ്റും, ഇല്ലാതാക്കാൻ പറ്റും, പക്ഷെ മനുഷ്യനെ പരാജയപ്പെടുത്താനാവില്ല. ഈ പരാജയം എന്ന് പറയുന്നത് ആത്മാവിൻ്റെ ശക്തിയിലാണ്, ആത്മാവിൻ്റെ ചിന്തയിലാണ്. നമ്മുടെ ആധ്യാത്മിക ശക്തിയിൽ, അനാദിയിൽ കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് പരാജയമില്ല. നമ്മൾ ഇന്ന് പരാജയത്തിൻ്റെ ആഘോഷമല്ല, വിജയത്തിൻ്റെ ആഘോഷമാണ് കുരിശുമരണത്തിൽ ആഘോഷിക്കുക. നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കുരിശിൽ കിടക്കുന്ന കർത്താവിൻ്റെ അവസാനത്തെ ഏതാനും വാക്യങ്ങളിലേക്ക് വിളിക്കുകയാണ്. കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് പറയുന്നു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. എന്താണ് ഈ പൂർത്തീകരണം? തൻ്റെ വേദനയിലൂടെ മനുഷ്യ പാപത്തിന് പരിഹാരം നൽകുവാൻ, തൻ്റെ ദുഃഖത്തിലൂടെ മനുഷ്യന് മോചനം നൽകുവാൻ, ആ മോചനത്തിനൊരു പൂർത്തീകരണമായിരിക്കുന്നു. അവസാനം ഗത്സേമനത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഈശോ പറഞ്ഞ് തൻ്റെ ജീവനെ വെടിഞ്ഞു. എന്താണ് ആ വാക്യം? പിതാവേ, എൻ്റെ ആത്മാവിനെ നിന്നിൽ സമർപ്പിക്കുന്നു. ഇത് സമർപ്പണമാണ്. കുരിശുമരണം എന്ന് പറഞ്ഞാൽ സമർപ്പണമാണ്. കുരിശുമരണം എന്ന് പറഞ്ഞാൽ കൊടുക്കലുകളാണ്. ഈശോയുടെ ജീവിതത്തിലുടനീളം നമ്മൾ കാണുന്നത്
കണക്ക് കൂട്ടലുകളില്ലാതെ കൊടുക്കുന്ന ഈശോ. പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ നിന്നിൽ സമർപ്പിക്കുന്നു എന്ന് പറയുന്നത് ആ സമർപ്പണം എന്ന വാക്കിന് മുഴുവൻ കൊടുക്കലിൻ്റെ അർത്ഥമാണ്. അവിടെ കണക്ക് കൂട്ടലുകൾ ഇല്ല. എന്ത് നമുക്ക് ഓരോരുത്തർക്കും കിട്ടുമെന്നില്ല. പക്ഷെ അവിടെ കണക്ക് കൂട്ടലുകളില്ലാതെ മറ്റുള്ളവനെ വളർത്തുവാൻ സാധിക്കുന്ന, മറ്റുള്ളവരിന് വേണ്ടി സഹിക്കുവാൻ സാധിക്കുന്ന, മറ്റുള്ളവർക്ക് ആത്മവിശ്വാസം നൽകാൻ സാധിക്കുന്ന ഒരു ഉത്തേജനത്തിൻ്റെ തത്വശാസ്ത്രമാണ് കുരിശുമരണത്തിൽ. നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ സഭയിൽ കുരിശ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയുടെ അടയാളമാണ്. കുരിശെന്ന് പറഞ്ഞാൽ പുഷ്പിതമായ കുരിശാണ്. ആ പുഷ്പിതമായ കുരിശ് എന്ന് പറയുന്നത് അവിടെ എന്നും വിശ്വാസത്തിനും അടിസ്ഥാന തത്വത്തിൽ മാത്രമേ വിശ്വസിക്കുന്ന ഒരു കുരിശാണ്. കുരിശ് പരാജയമല്ലാതാവുന്നത് കർത്താവ് പറഞ്ഞതുപോലെ, പിതാവേ, എന്നെ ഞാൻ മുഴുവനായി നിനക്ക് സമർപ്പിക്കുന്നു. നമ്മൾ സമർപ്പിക്കുക. സമർപ്പണത്തിൻ്റെ ചിന്തയാണ് ദുഃഖവെള്ളിയാഴ്ച നമ്മിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ സമർപ്പിക്കുമ്പോൾ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ നമുക്ക് സാധിക്കും. ഇന്നത്തെ നമ്മുടെ തലമുറയ്ക്ക് അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന പ്രശ്നം കൊടുക്കുന്നതിൽ ആസ്വദിക്കുവാൻ സാധിക്കുന്നില്ല. കൊടുക്കുന്നതിൽ കണക്ക് കൂട്ടലുകളാണെങ്കിൽ നമ്മൾ പരാജയപ്പെടും. പരാജയപ്പെടാതിരിക്കണമെങ്കിൽ മുഴുവനായിട്ട് കൊടുക്കുക. ആ കഥയിലെ കിഴവൻ പരാജയപ്പെട്ടില്ല. ആധ്യാത്മികമായിട്ട് മാനസികമായിട്ട് അദ്ദേഹം പരാജയപ്പെട്ടില്ല. അദ്ദേഹം ഒരു കണക്കിന് നശിപ്പിക്കപ്പെട്ടു പോയിരുന്നു. ശാരീരികമായിട്ട് ക്ഷീണിച്ചിരുന്നു. ശാരീരികമായിട്ട് നമുക്കൊരു മനുഷ്യനെ ശാരീരികമായിട്ട് ഇല്ലാതാക്കാം. നമ്മളെ മറ്റുള്ളവർക്ക് ശാരീരികമായിട്ട് ഇല്ലാതാക്കാം. നമ്മളെ വിഷമിപ്പിക്കാം. പക്ഷെ നമ്മൾ കർത്താവിൽ വിശ്വസിക്കുന്നിടത്തോളം കാലം, കുരിശുമരണത്തിൽ കൂടെ മരിച്ച ഈശോയിൽ, കർത്താവെ പൂർണ്ണമായി നിന്നിൽ ഞാൻ സമർപ്പിക്കുന്നെന്ന് പറയുന്ന ഒരഗാധമായ ചിന്തയുണ്ടെങ്കിൽ നമ്മളിൽ പരാജയമില്ല, വിജയം മാത്രമേ ഉള്ളൂ. ഈ ദുഃഖവെള്ളിയാഴ്ചയിൽ നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുമ്പോൾ നമ്മുടെ ചിന്തയിൽ വിജയത്തിൻ്റെ ചിന്തയാണ് വേണ്ടത്. പരാജയം വിജയമാക്കുന്ന ആധ്യാത്മികമായ ശക്തിയാണ് നമുക്ക് വേണ്ടത്. കർത്താവിനെ യഹൂദന്മാർ മുറിവേൽപ്പിച്ചു, അതിലൊക്കെ നമുക്ക് ദുഃഖമുണ്ട്. അതിനേക്കാളൊക്കെ നമുക്ക് ദുഃഖം വരേണ്ടത് നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി എങ്ങനെ ഈ സമർപ്പണം ഉണ്ടാക്കുവാൻ സാധിക്കുന്നു. കർത്താവ് ഗെത്സെമനിൽ പറഞ്ഞത്, നീ കാസ എനിക്ക് കുടിക്കുവാൻ മാറ്റിത്തരണമേ, പക്ഷേ നിവൃത്തിയില്ലെങ്കിൽ ഞാൻ കുടിക്കുന്നു. അത് കൊടുക്കലിൻ്റെ സമർപ്പണത്തിൻ്റെ ഭാവമാണ്. കുരിശിൽ കിടന്ന് പറയുന്നതും എല്ലാം പൂർത്തിയായിരിക്കുന്നു, അത് സമർപ്പണത്തിൻ്റെ ഭാവമാണ്. എൻ്റെ ആത്മാവിനെ നിന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുന്നതും മുഴുവനായി കൊടുക്കുന്നതിൻ്റെ ഭാവമാണ്. ഈ കൊടുക്കുക, സമർപ്പിക്കുക എന്ന ആ അഗാധമായ ചിന്ത നമ്മെ ഈ ദുഃഖവെള്ളിയാഴ്ച നയിക്കുന്നതാണ്. തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് കണക്കുകൂട്ടലുകളില്ലാതെ അവർക്ക് വേണ്ടി വേദന സഹിക്കുമ്പോൾ, കണക്ക് കൂട്ടലുകളില്ലാതെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, കണക്ക് കൂട്ടലുകളില്ലാതെ നമ്മൾ ജോലി ചെയ്യുമ്പോൾ, കണക്ക് കൂട്ടലുകളില്ലാതെ നമുക്ക് മറ്റുള്ളവരെ വളർത്തുമ്പോൾ, അത് വിദ്യാഭ്യാസ മേഖല വഴിയായിരിക്കാം, ആധ്യാത്മിക മേഖല വഴിയായിരിക്കാം, നമ്മുടെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ വഴിയായിട്ടായിരിക്കാം, നമ്മുടെ മറ്റ് ഇടവക ജനത്തോടും സഹോദരങ്ങളോടും സ്നേഹം കൊടുത്തുകൊണ്ടായിരിക്കാം. അവിടെയൊക്കെ ആ പൂർത്തീകരണത്തിൻ്റെ പ്രക്രിയ നമുക്കുണ്ടാകുവാൻ ഈ ദുഃഖവെള്ളിയാഴ്ച കുരിശിൽ നിന്ന്, പ്രതീക്ഷയുടെ അടയാളമായ കുരിശിൽ നിന്ന് നമ്മെ മാടി വിളിക്കുന്ന ഈശോ നമ്മെ സഹായിക്കട്ടെ. നമുക്കെല്ലാവർക്കും ദുഃഖവെള്ളിയാഴ്ച ഇംഗ്ലീഷിൽ പറയുന്ന പോലെ ഉള്ളൊരു ഗുഡ് ഫ്രൈഡേ ആകുവാൻ നമ്മുടെ മനസ്സ് നമുക്ക് ശക്തി തരട്ടെ. നമ്മളെ ആരെയും മനുഷ്യൻ പരാജയപ്പെടുവാൻ സൃഷ്ടിക്കപ്പെട്ടവനല്ല. ഒരു മനുഷ്യനെ നമുക്ക് നശിപ്പിക്കാം, നമ്മളെ ബാക്കിയുള്ളവർക്ക് നശിപ്പിക്കാം, ഇല്ലാതാക്കാം. പക്ഷേ പരാജയപ്പെടുത്തുവാൻ നമ്മെ സാധിക്കുകയില്ല. കാരണം കുരിശാണ് നമ്മുടെ രക്ഷ, കുരിശാണ് നമ്മുടെ വിജയത്തിൻ്റെ അർത്ഥം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.